അപ്പ ഈ തീപ്പായമ്മൻ കാലങ്ങൾക്കപ്പുറം കാലങ്ങൾ താണ്ടി ശിവഗംഗ എന്നൊരു ഊരിലെത്താം കണ്ണു നിറയുന്ന കഥ കേൾക്കാം ശിരുള കുയിലിൻ കഥ കേൾക്കാം. കലാപൂരത്തിൻ്റെ സമാപന ദിനത്തിൽ പ്രധാന വേദിയിൽ അരങ്ങേറിയത് ഹയർ സെക്കൻഡറി വിഭാഗം ബോയ്സിൻ്റെ നാടോടി നൃത്തമായിരുന്നു. ഇപ്പോൾ ഉള്ളത് ഒരു മിടുക്കനാണ്. തുടർച്ചയായി 3-ാം തവണയാണ് ഈ ഇനത്തിൽ പങ്കെടുക്കുന്നത്. 3 തവണയും എ ഗ്രേഡ് കരസ്ഥമാക്കി എന്നുള്ള പ്രത്യേകതയുമുണ്ട്. എന്തായാലും നമുക്കൊന്ന് ചോദിച്ചറിയാം, എന്താ പേര്, ഏത് സ്കൂളിൽ നിന്ന് വരുന്നു? എൻ്റെ പേര് ദേവസൂര്യ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചിമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പ്രകടനം? അതെ, നല്ല പ്രകടനമായിരുന്നു. ഈ 2 വർഷവും ഉണ്ടായത് നല്ല മത്സരമായിരുന്നു. ഓരോ വേദികളും ഓരോ അനുഭവമാണ് പറയാമല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം മത്സരിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് തീർന്നു. ഇവിടം വരെ എത്തിച്ച എല്ലാവർക്കും ഈ ഒരു നിമിഷത്തിൽ ഞാൻ സ്മരിക്കുന്നു. എത്ര നാളായിട്ട് ഇതൊക്കെ അഭ്യസിക്കുന്നു? ആരാണ് ഗുരു? അച്ഛനാണ് ആദ്യം തൊട്ട് തന്നെ പഠിപ്പിക്കുന്നത്, നൃത്തം അഭ്യസിച്ച് വരുന്നത്. പിന്നെ എന്നിലൊരു വാസന ഉണ്ടെന്ന് അറിഞ്ഞപ്പം അച്ഛൻ 1-ാം ക്ലാസ് മുതൽ നീലശ്വരം രാജമാഷ എടുത്ത് ചേർത്തു. പിന്നീട് രാജമാഷ എടുത്തുനിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ നാടോടി നൃത്തം പഠിപ്പിക്കുന്നത് രാംദാസ് വർഷമാണ്. 3 വർഷമായി നാടോടി നൃത്തത്തിന് കിട്ടുന്നുണ്ട്. മറ്റ് ഇവൻറ്റുകളിൽ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം കുച്ചിപ്പുടിയിൽ പങ്കെടുത്തിരുന്നു, സ്റ്റേറ്റിൽ. 2 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. മോണാക്ട്, അതുപോലെ പാട്ടിൽ പാരഡി സോങ് എല്ലാം സ്വന്തമായിട്ട് എഴുതാറുണ്ട്. എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 പാട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ജൂപ്പിറ്റർ മഴ നനയാം എന്ന പാട്ടിൻ്റെ ഇനത്തിൽ എഴുതിയ ഒരു പാരഡി സോങ്ങാണ്. ജൂണിലെ മഴ വരുവാൻ കുമ്പിട്ടൊന്ന് പ്രാർത്ഥിച്ചേക്കാം, FB-യിൽ പോസ്റ്റ് നോക്കാം കലക്ടറുടെ അവധി തരില്ലേ പാ, ചുമ്മാ വീട്ടിലിരിക്കാം, 101 ഏത്തമിടാം ഒരവധിക്കായി ഞാൻ. മിനിറ്റിൽ FB നോക്കാം, കളക്ടറുടെ പേജ് നോക്കാം, എല്ലാറ്റിലും A+ നേടാം ഒരവധിക്കായി കരയുന്നേ, പിരിയാൻ വയ്യ ഇനി മറക്കാൻ വയ്യ. ഒരു കലാകുടുംബമാണല്ലേ? അച്ഛൻ്റെ പിന്തുണയാണ് കൂടുതൽ ആയിട്ടുള്ളത്. ഞാൻ ക്ലാസിക്കൽ ഡാൻസ്, തിരുവാതിര, ഒപ്പന, നാടൻപാട്ട്, മോണാക്ട്, ഫാൻസി ഡ്രസ്സും ചെയ്യും. സകലകലാ വല്ലഭനാണ്. പിന്നെ മകന് സുഖമായിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു അത്ഭുതം. അതെ. സംസ്ഥാന മത്സരത്തിൽ ബോധി ബീഡി നടത്തിയ ഓർഡിനൻസ് മത്സരത്തിൽ 1-ാം സ്ഥാനമാണ്. ക്ലാസിക്കൽ ഡാൻസ് ആണ് ഞാൻ പഠിപ്പിച്ച ഡാൻസ്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിലൊന്ന് വിലയിരുത്തിയ മകൻ്റെ പ്രകടനം? നല്ല മത്സരമായി. സാധാരണ എല്ലാ വർഷവും കാണുന്നത് ഇപ്രാവശ്യം നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. എല്ലാ വീട്ടിലും ഒന്നിനോടൊന്നും മെച്ചമായിരുന്നു. എല്ലാ വീട്ടിലും അഭിനയം കൊണ്ടും ഭാവം, എക്സ്പ്രഷൻ എല്ലാം കൊണ്ടും നന്നായിരുന്നു. വൈഫും പാടും. ശരി. അപ്പോൾ തീർത്തും കലാകുടുംബമായി മാറിക്കുക. അപ്പോൾ അമ്മയുടെ 2 ലൈൻ എന്തായാലും ഒരു പാട്ട് വേണം. കവിത. അച്ഛൻ വരുന്നുണ്ട്. നമ്മുടെ നാടിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് മുമ്പിൽ സാദരം സമർപ്പിക്കട്ടെ. അച്ഛൻ വരുന്നുണ്ടിന്നു വരുന്നുണ്ടുച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി, എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെന്തേ കരഞ്ഞു ചൊല്ലി. വീട്ടുപറമ്പിലെ മാവിൻ്റെ കൊമ്പുകൾ വെട്ടിമുറിക്കുന്നതെന്തിനമ്മേ, വേനാലവധിക്കച്ഛൻ വരുന്നേരം വേറെ വീടൂഞ്ഞാലു കെട്ടിയാടും. അച്ഛൻ്റെ ചിത്രം പത്രത്തിലെന്തിനെ അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ, കണ്ടിരുന്നോ അമ്മ തൊട്ടുമുകളിലായി വണ്ടികൾ പൊട്ടിപ്പൊളിഞ്ഞ ചിത്രം. മികച്ചൊരു കലാകുടുംബത്തെ കൂടിയാണ് ഇപ്പോൾ നമുക്ക് മുൻപിൽ കാണാൻ കഴിഞ്ഞത്. അച്ഛൻ്റെയും മകൻ്റെയും അമ്മയുടെയും ഒക്കെ പെർഫോമൻസ് ഒരേ വേദിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പ്രത്യേകതയും ഇതിലൂടെ നമുക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ക്യാമറാമാൻ കൃഷ്ണകുമാർ കെമലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.